പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ച പെൻഷൻ വർധനവ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്നും 100-200 രൂപയൊക്കെ വർദ്ധിപ്പിച്ചേക്കും. 1600 ലഭിക്കുന്നവർക്ക് 1700 രൂപ വരെ ലഭിക്കും. അത് 2025 ബജറ്റിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക. ഇതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ അത് മറ്റു പെൻഷൻ വിഭാഗക്കാരേക്കാൾ കൂടുതലായി ലഭിച്ചേക്കും. 2000 രൂപ വരെയാക്കി പെൻഷൻ ഉയർത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന കൂടി നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ക്ഷേമ പെൻഷൻകാർക്ക് 2024 മാർച്ച് മാസം മുതൽ മുടങ്ങാതെ പെൻഷൻ എത്തിച്ചേരുന്നുണ്ട്. ഈ മാസവും പെൻഷൻ വിതരണമുണ്ട്. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തെ പെൻഷൻ ഗഡുക്കൾ വിതരണം ചെയ്യും. മറ്റൊരറിയിപ്പ്, ക്ഷാമബത്ത കുടിശ്ശിക ലഭിക്കാത്തത് മൂലം ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളത്തിലുള്ള കുറവ് ധനവകുപ്പ് കണക്കാക്കിയിട്ടില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പേഴ്സണൽ സ്റ്റാഫുകൾക്ക് സർക്കാർ ജീവനക്കാരുടെ നിരക്കിലെ ക്ഷാമബത്തയാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കിയ ബാലഗോപാൽ, ജഡ്ജിമാർക്കും IASകാർക്കും ക്ഷാമബത്ത കുടിശ്ശികയില്ലെന്നും അറിയിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷൻ പട്ടികയിൽ അനധികൃതമായി ഇടം നേടി വൻ തുക തട്ടിയെടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം തിരികെ പിടിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. അനർഹമായി തട്ടിയെടുത്ത തുക 18% പിഴ പലിശയടക്കം തിരികെ ഈടാക്കുന്നതിന് ധനവകുപ്പാണ് ഉത്തരവിറക്കിയത്. വ്യാജരേഖകൾ ചമച്ച ഉദ്യോഗസ്ഥരുടെ പെൻഷൻ റദ്ദ് ചെയ്ത് അനർഹമായി കൈപ്പറ്റിയ തുക 18% പിഴ പലിശ സഹിതം തിരികെ ഈടാക്കും. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവ് പുറത്തിറക്കിയത്. അനർഹരായ വ്യക്തികൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നതിന് സഹായകരമായ രീതിയിൽ അന്വേഷണവും പരിശോധനയും നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കും. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ് എന്ന നിലയിൽ അനുവദിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതോടൊപ്പം അനർഹർ കൈക്കലാക്കുന്നത് തടയേണ്ടതും സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണെന്ന് ഉത്തരവിൽ പറയുന്നു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.